പാർട്ടിക്ക് നേരെ ഒളിയും പെയ്ത CPM നേതാവ് PP ദിവ്യ ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരാണ് ഒറ്റിക്കൊടുത്തതെന്ന് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട PP ദിവ്യ പ്രതികരിച്ചു. വേട്ടയാടപ്പെട്ട നിരപരാധിയാണ് താനെന്ന സൂചന നൽകിയാണ് ദിവ്യയുടെ വീഡിയോ. സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരന്റേതോ ആണെന്നോ വീഡിയോയിൽ പറയുന്നു. വെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു. തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും യേശു ക്രിസ്തുവിനോട് ഉപമിച്ചാണോ ദിവ്യ ഇപ്പോൾ വീഡിയോ ഇട്ടിരിക്കുന്നത് ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ? കാരണം ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തനിക്ക് പറ്റിയത് യേശു ക്രിസ്തുവിന് പറ്റിയതുപോലെ ഒരു ഒറ്റാണ് എന്നുള്ള തരത്തിലാണ് ദിവ്യ പറഞ്ഞു വയ്ക്കുന്നത്, അല്ലേ? തീർച്ചയായും ദേവിക, ഈസ്റ്റർ സന്ദേശം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലിട്ട വീഡിയോയിലാണ് PP ദിവ്യ തന്നെ യേശു ക്രിസ്തുവിനോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. താൻ വേട്ടയാടപ്പെട്ട നിരപരാധിയാണെന്നാണ് ഈ ഒരു ധ്വനി നൽകിക്കൊണ്ടാണ് PP ദിവ്യയുടെ വീഡിയോ ഉള്ളത്. മാത്രമല്ല, അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കൂടെ നിന്നവർ തന്നെയാണ് യേശു ക്രിസ്തുവിനെ ഒറ്റിയത്. അതായത് ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവർ തന്നെയാണ് ഒറ്റിയത്. കൂടാതെ കൂടെ നടന്നവരാണ് കല്ലെറിഞ്ഞത്. ഇതൊക്കെ തന്നെ തനിക്കും ബാധകമാണ് എന്ന രീതിയിൽ തന്നെയാണ് PP ദിവ്യ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് നീതിമാനായതുകൊണ്ടാണ് എന്നാണ് PP ദിവ്യ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം താനും നീതിപതിയാണ് എന്നൊരു ധ്വനി നൽകാൻ കൂടി PP ദിവ്യ ഇതിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘം തന്നെ ADMന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം തന്നെ ഏക കുറ്റവാളി, അതായത് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഏക പ്രതി എന്ന് ചേർത്തിരിക്കുന്നത് PP ദിവ്യ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് PP ദിവ്യയെ നീതിമാനാണ് അല്ലെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാനാവുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതുകൂടാതെ സമൂഹത്തിന്റെ മനസ്സ് എപ്പോഴും വേട്ടക്കാരന്റേതാണ് എന്നൊരു കാര്യം കൂടി ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ PP ദിവ്യ പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു വീഡിയോ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. കാരണം കൂടെ നിന്നവർ തന്നെയാണ് യേശു ക്രിസ്തുവിനെ ചതിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ PP ദിവ്യയെ കൂടെ നിന്നവർ തന്നെയാണോ ചതിച്ചത് എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടെ നിന്നവർ മുഴുവൻ പാർട്ടിക്കാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കൂടെ നിന്ന പാർട്ടിക്കാർ തന്നെ PP ദിവ്യയെ ചതിച്ചോ എന്നുള്ള ചോദ്യത്തിന് തന്നെയാണ് മറുപടി കണ്ടെത്തേണ്ടത്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ PP ദിവ്യയുടെ ഈ ആശംസ വീഡിയോ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ദേവിക.